നമസ്കാരം. എൻ ഷംസീർ ആരാണെന്നുള്ളത് തീരുമാനിക്കാനുള്ള അവകാശം വെള്ളാപ്പള്ളി നടേശനല്ല, അത് പാർട്ടിക്കാണ്. പറഞ്ഞത് മറ്റാരുമല്ല, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരസ്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഇത്രയും കാലം വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ടു നടന്ന, പാർട്ടി തകർച്ചയിലും വളർച്ചയിലും പാർട്ടി കൂടെ കൊണ്ടു നടന്ന ഒരു നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. നമുക്കറിയാം, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിൽ പാർട്ടി വലിയ തരത്തിൽ പ്രതിസന്ധി നേടുമ്പോഴും, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾ CPMൽ നിന്ന് വിട്ടുപോകുമ്പോഴും കൂടെ ചേർത്ത് നിർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെതിരെ ഇന്ന് പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നു CPM എന്നുള്ളതാണ്. പ്രത്യേകിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും പരസ്യമായി രംഗത്തെത്തി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചൂടേറിയ സംസാര വിഷയം. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും അതുപോലെ തന്നെ മുൻ സ്പീക്കറുമായ ഷംസീറിനെതിരായ വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശം പാർട്ടി പൂർണ്ണമായും വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ പോലെ MV ഗോവിന്ദൻ പറഞ്ഞത്. മാത്രമല്ല, ഷംസീർ പറയുന്നത് മുസ്ലിം ലീഗ് പറയുന്നത് പോലെയാണെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന. ഇത് തികച്ചും തെറ്റാണെന്നും CPM അത് അംഗീകരിക്കില്ലെന്നും അദ്ദേഹം ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങൾ കണ്ടപ്പോൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. എന്തായാലും വെള്ളാപ്പള്ളി നടേശനെതിരെ മാന്യമായ രീതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വിമർശനത്തിന് ശക്തി പോരെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഈ പ്രസ്താവനയെ പാർട്ടി ശക്തിയായി തന്നെ എതിർക്കുന്നുണ്ടെന്നും കൂടാണ്ട് സ്വന്തം രീതിയിലാണ് താൻ മറുപടി പറയുന്നതെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. അതായത് ഷംസീറിനെ ഈ പറഞ്ഞ രീതിയിൽ പാർട്ടി പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനെതിരെയാണ് നിലപാടെടുക്കുന്നത് എന്നുള്ളതും, ഇത്തരത്തിൽ ശക്തി പോരാ എന്നുള്ളത് തനതായ ശൈലിയാണ് സംസാരത്തിൻ്റെ എന്നുള്ളതും, ഇതിന് ശക്തി പോരാ എന്നുള്ളത് നിങ്ങൾ വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് എന്നുള്ള രീതിയിലെല്ലാമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വെള്ളാപ്പള്ളിക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ്. കാരണം ഇത്തരത്തിൽ പാർട്ടി വലിയ തരത്തിൽ പരാജയപ്പെട്ടപ്പോൾ പാർട്ടി കൂടെ കൊണ്ടു നടന്ന, പിണറായി വിജയൻ്റെ കാറിൽ വരെ മുൻ സീറ്റിൽ കയറ്റി കൊണ്ടുപോയ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. ഒരുപക്ഷെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിലുള്ള അല്ലാണ്ട് മുഖ്യമന്ത്രിയായ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശനാണ്. എക്കാലത്തും പലതരത്തിലുള്ള പച്ചവർഗീയത പറഞ്ഞപ്പോഴും CPM ആണ് കൊടപിടിച്ചത്. അതിന് പ്രത്യേകിച്ച് CPM എന്ന് പറയുന്നില്ല, പ്രത്യേകിച്ച് പിണറായി വിജയനാണ് അതിന് കൊടപിടിച്ചത്. അപ്പം എന്നിരുന്നാൽ പോലും അത്തരത്തിൽ വലിയ തരത്തിലുള്ള വിവാദങ്ങളുടെ നായകനാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പം ഇതുണ്ടായത് SN ട്രസ്റ്റിൻ്റെ വാർഷിക യോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ N ഷംസീറിനും അതുപോലെ തന്നെ KB ഗണേഷ് കുമാറിനെതിരായ ഈ ഒരു വിമർശനം തൊടുത്തുവിട്ടത്. ഇതിന് മറുപടിയായിട്ടാണ് പിന്നീട് പലതരത്തിലുള്ള പ്രശ്നങ്ങളും വേണ്ടത്. ഇതുകൂടെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ മറ്റൊരു കാര്യം, ഉമ്മൻചാണ്ടിയെ ഒറ്റിക്കൊടുത്താണ് ഗണേഷ് കുമാർ മന്ത്രിയായതെന്നും അദ്ദേഹം ഈ യോഗത്തിൽ തന്നെ വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. N ഷംസീറിനെതിരായ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ രൂക്ഷ വിമർശനം ഉന്നയിക്കാനുള്ള പ്രധാന കാരണങ്ങൾ എന്ന് പറയുന്നത്, ഷംസീർ മുമ്പത്തെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. മുമ്പ് ഷംസീർ വെള്ളാപ്പള്ളി നടേശനെതിരെ LDFൻ്റെ തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് N ഷംസീർ നടത്തിയ ചില പരാമർശങ്ങളാണ് ഈ വാക്പോര് തുടക്കമിട്ടത് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു പ്രധാന കാരണം വെള്ളാപ്പള്ളി നടേശനെ കൂട്ടുപിടിച്ചതും അതുപോലെ തന്നെ അദ്ദേഹത്തിന് അമിത പ്രാതിനിധ്യം നൽകിയതുമാണെന്ന് ജൂലൈയിൽ അവസാനം നടന്ന ഒരു പരിപാടിയിൽ ഷംസീർ പരസ്യമായി അന്ന് പറഞ്ഞിരുന്നു. ഇതാണ് പിന്നീട് വെള്ളാപ്പള്ളി നടേശനെ ചൊടിപ്പിച്ചതും SNDPയുടെ എതിർപ്പ് പിന്നീട് വരികയും സ്വന്തം പാർട്ടിയുടെ രാഷ്ട്രീയ പരാജയങ്ങൾക്ക് SNDPയും അതിൻ്റെ നേതൃത്വത്തെയും ബലിയാടാക്കുകയാണ് ഇത്തരത്തിൽ CPM ചെയ്യുന്നത് എന്നുള്ളതും, അല്ലാണ്ട് ഷംസീർ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും രൂക്ഷമായ വിമർശനം കൊണ്ടുവരുന്നു. മാത്രമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് SNDP പ്രമേയം പാസ്സാവുകയും ഷംസീറിനെതിരെ ശക്തിയായി പ്രതിഷേധിക്കുകയും പ്രമേയം പാസ്സാക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടെ ഇതിൻ്റെ മറുപടി സ്വാഭാവികമായിട്ടും വരണം. അതിൻ്റെ ഒരു മറുപടി വരണമെന്നാണ് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളുടെ തുടർച്ചയായാണ് ഈ പറഞ്ഞ പോലെ SN ട്രസ്റ്റിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ വെച്ച് വെള്ളാപ്പള്ളി ഷംസീറിന് മറുപടി നൽകിയത് എന്നുള്ളതാണ്. ഷംസീർ കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല, ഷംസീറിന് ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സല്ല എന്നുള്ളതും മുസ്ലിം ലീഗിൻ്റെ മനസ്സാണ് ഷംസീറിനുള്ളത് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിനെതിരെയാണ് MV ഗോവിന്ദൻ പരസ്യമായി രംഗത്തെത്തിയത്. അധികാരത്തിലെത്തിയ വഴിയെക്കുറിച്ചുള്ള വിമർശനവും ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി ഉന്നയിച്ചിരുന്നു. മുൻ മുഖ്യമന്ത്രി, നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയനെ പോലുള്ളവർ വലിയ ത്യാഗങ്ങൾ സഹിച്ചാണ് അധികാരത്തിലെത്തിയതെന്നും, എന്നാൽ ഷംസീർ യാതൊരുവിധ കഷ്ടപ്പാടുകളുമില്ലാതെ എളുപ്പ വഴിയിലൂടെയാണ് അധികാരത്തിൽ എത്തിക്കയറിയത് എന്നുള്ള രീതിയിലെല്ലാം വെള്ളാപ്പള്ളി നടേശൻ ശക്തമായ രീതിയിൽ തന്നെ ഷംസീറിനെതിരെ പറഞ്ഞിരുന്നു. മാത്രമല്ല, തോൽവിയുടെ യഥാർത്ഥ കാരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു വിവാദം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് LDFൻ്റെ പരാജയം തൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണെന്നും അധികാരമോഹികളായ നേതാക്കന്മാരുടെ ധാർഷ്ട്യവും ഭരണത്തിലെ പഴുതുകളും ആണ് യഥാർത്ഥ
തോൽവിയുടെ കാരണം എന്നുള്ള രീതിയിലെല്ലാം ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം താനാണെന്ന ഷംസീറിൻ്റെ പരാമർശത്തിന് അതേ നാണയത്തിൽ വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടി നൽകി, അല്ലെങ്കിൽ തിരിച്ച് മറുപടി പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം എന്നിരുന്നാലും ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യ പോർവിളി നടക്കുമ്പോൾ ഇത്രയും കാലം വെള്ളാപ്പള്ളി നടേശന് കൂടെ കൊണ്ടു നടന്ന, അല്ലെങ്കിൽ CPMൻ്റെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന, ഞാനങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം പിണറായി വിജയനോ MV ഗോവിന്ദനോ അല്ല CPM, അതിനപ്പുറത്തോട്ട് ഒരുപാട് നേതാക്കന്മാരുണ്ട്. പക്ഷേ ഈ രണ്ട് നേതാക്കന്മാർ ആ പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു എന്നുള്ളതാണ് സത്യാവസ്ഥ. എന്നിരുന്നാൽ പോലും ആ പാർട്ടിയുടെ തോൽവിക്ക് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദി ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സത്യാവസ്ഥ. കാരണം വായ തുറന്നാൽ അദ്ദേഹം വായ തുറക്കുന്നത് രണ്ട് ആവശ്യത്തിനാണ്. ഒന്ന് വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടും മറ്റൊന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും. ഇത്തരത്തിൽ പച്ച വർഗീയത പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് പലപ്പോഴും CPMനെ വെട്ടിലാക്കിയതും CPM അതിദയനീയമായി പലയിടങ്ങളിലും, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിലും പിന്നീട് നടന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിദയനീയമായി പാർട്ടി പരാജയപ്പെടാനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇനി വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഷംസീറിന് കവചമൊരുക്കിക്കൊണ്ട് CPM തന്നെ അവസാനം രംഗത്തിറങ്ങേണ്ടി വന്നു. ഇനി വെള്ളാപ്പള്ളിയെ കൂടെ പിടിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ MV ഗോവിന്ദനും CPMൻ്റെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും മനസ്സിലായി കാണണം. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഇനി വെള്ളാപ്പള്ളി നടേശൻ. കാരണം ഇത്രയും കാലം കൂടെ കൊണ്ടു നടന്ന പിണറായിയും തന്നെ തള്ളിപ്പറഞ്ഞല്ലോ, ഇനി പിണറായിക്കെതിരെ താൻ എന്തു പറയും എന്നുള്ള വലിയൊരു ആകാംക്ഷ അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ എന്തായിരിക്കും ഇനി വെള്ളാപ്പള്ളി നടേശൻ്റെ വിമർശനം എന്നുള്ളത്.